ഇന്നലെ നൈറ്റ് സായിയും സിബിനും തമ്മിലുള്ള ഡിസ്കഷനാണ്. ക്യാപ്റ്റൻസി ടാസ്കിൽ സായി തന്നെ നിൽക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ് സിബിൻ. അല്ലെങ്കിൽ പവർ ടീമിലെങ്കിലും വരണമെന്നും സിബിൻ പറയുന്നുണ്ട്. അപ്പൊ സായി പറയുന്നു, ഞാൻ പവർ ടീമിൽ ഏതായാലും കയറുന്നില്ല, ജിൻഡോനെ നമുക്ക് പവർ ടീമിൽ ഇടാന്ന്. എന്തായാലും പവർ ടീമിലോ ക്യാപ്റ്റൻസിയിലോ വരണമെന്ന് സിബിൻ പറയുന്നു. ഇന്ന് നടന്ന കരകട്ടം ടാസ്കില് സായിയുടെയും അഭിഷേകിന്റെയും പെർഫോമൻസ് ആയിരുന്നു ബെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സായിയെ ക്യാപ്റ്റൻസിക്ക് സജസ്റ്റ് ചെയ്യാന്നാണ് സിബിൻ പറയുന്നത്. സായിനെ അഭിഷേകിനെ ആയിരിക്കും നമ്മൾ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നു. ഇപ്പൊ ടോപ്പ് 3 ഒന്നെങ്കിൽ ഗബ്രി വരാൻ സാധ്യതയുണ്ട്. ഗബ്രി ഏതായാലും ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാൻ പാടില്ല എന്നും സിബിൻ പറയുന്നുണ്ട്. ഗബ്രി പങ്കെടുക്കരുത് എന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഗബ്രി ക്യാപ്റ്റൻസി ടാസ്കിലോ അല്ലെങ്കിൽ പവർ ടീമിലോ പ്രവേശിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിലെ നോമിനേഷനിൽ ഗബ്രി വരാതെ പോകും. അതുകൊണ്ട് തന്നെ ഗബ്രിക്ക് പകരം ശ്രീധുവിനെ നിർദ്ദേശിക്കുന്നുണ്ട് സിബിൻ. ശ്രീധു നിൽക്കുകയാണെങ്കിൽ ശ്രീധുവിന്റെ പേര് നമുക്ക് എല്ലാവർക്കും പറയാം. അപ്പം അർജുന്റെ വോട്ടും ശ്രീധുവിന് തന്നെ ആയിരിക്കുമെന്ന് സിബിൻ പറയുന്നു. അങ്ങനെ ഗബ്രിയുടെ വോട്ട് കുറയുകയും ചെയ്യും. ജാസ്മിനെയും ഗബ്രിയും ഈ വീക്ക് എലിമിനേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും നെക്സ്റ്റ് വീക്ക് എലിമിനേഷന് കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങിലാണ് പവർ ടീം.